ഹലോ, അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലന ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമ്പനയിൽ കണ്ട പോലെ തന്നെ പ്രശ്നമാണ്. വയ്യാഗ്യം വെച്ച് വീട്ടില് പണികൾ എല്ലാം ചെയ്തപ്പോ ശരീരം ഇളകിയപ്പോ വീണ്ടും പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ്. ബ്ലീഡിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അടുത്ത മെൻസസിലാണ് വരാൻ പറഞ്ഞത്. എന്നാലും വീണ്ടും പെട്ടെന്ന് അങ്ങനെ ആയപ്പോ നല്ല ടെൻഷൻ മാത്രമല്ല, 2-3 ദിവസം എന്നിട്ട് ഞാൻ അത് വെച്ച് ഒപ്പിച്ചു. പക്ഷെ നടക്കുന്നില്ല. നല്ല ക്ഷീണം. ഇന്നലെ മൊത്തം കിടപ്പിലായിരുന്നു. ഇന്നിപ്പോ രാവിലെ എണീച്ചപ്പോ നല്ല ക്ഷീണം. ഒന്നിനും വയ്യ. നിക്കുമ്പോ വീഴോ തോന്നുക, ഒന്ന് തല പൊന്തിക്കുമ്പോ തല ഇറങ്ങി വീഴോ തോന്നുക. അപ്പൊ മനസ്സിലായി നല്ല പ്രശ്നമാണെന്ന്. അങ്ങനെ നേരെ വിട്ടു. ഡോക്ടറെ നേരത്തെ തന്നെ കാണാന്ന് പറഞ്ഞിട്ട് നേരത്തെ പോയി. തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് അതിനെ ടോക്കൺ എടുക്കാൻ പോവാൻ പോലും വയ്യ. എന്നിട്ട് ഇക്കയാണ് പോയി നിന്ന് എടുത്തത്. എനിക്ക് ഒന്നിനും വയ്യ. എനിക്ക് നിൽക്കാൻ പോലും വയ്യ. നിൽക്കുമ്പോ വീഴോ തോന്നുകയാണ്. വീണാ പിന്നെ പോയില്ലേ. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോ HP ലെവലൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. നല്ല ക്ഷീണുണ്ട്. നാക്കൊക്കെ നോക്കിയപ്പോ HP എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്ലഡ് എടുത്തു കേട്ടോ. അതൊരു പ്രശ്നം ഉണ്ടായി. ബ്ലഡ് ഷുഗർ നോക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവര് അതിന്റെ മാത്രം ബില്ല് തന്നു. അപ്പൊ ഞാൻ ഈ ടെൻഷനിൽ ബില്ല് നോക്കിയില്ല. എന്നിട്ട് ബ്ലഡ് ഷുഗറിന് വേണ്ടിയിട്ട് ആദ്യം ബ്ലഡ് എടുത്തു. അതിനുശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ബില്ല് ഞാൻ വായിച്ചു നോക്കിയപ്പോ ഇക്കയാണ് എടുത്തതല്ല. ബില്ല് വായിച്ചു നോക്കിയപ്പോ ബ്ലഡ് ഷുഗർ അല്ലല്ലോ എനിക്ക് എടുക്കേണ്ട, HP അല്ലേ പറഞ്ഞതെന്ന്. പിന്നെ 2ാം പ്രാവശ്യം വന്ന് എന്നിട്ട് അടുത്ത കയ്യിലും കുത്തി ബ്ലഡ് എടുക്കേണ്ടി വന്നു. കഷ്ടകാലം എന്നെ കൊണ്ട് എവിടെ പോയാലും കഷ്ടം എന്ന് പറഞ്ഞ കഥയാട്ടോ. എവിടെ പോയാലും തിരിഞ്ഞ് പ്രശ്നങ്ങൾ എനിക്ക് വരിക. അങ്ങനെ 2 കയ്യിലും എനിക്ക് ബ്ലഡ് എടുക്കേണ്ടി വന്നു ഈ വയ്യാകില്. തീരെ ബ്ലഡ് കിട്ടാതെ ആയി. എന്നിട്ട് വേഗമൊക്കെ ഒരു ജ്യൂസ് കൊണ്ടുവന്നിട്ട് ജ്യൂസ് കുടിച്ചു. എന്നിട്ടാണ് ബ്ലഡ് കിട്ടിയത്. അങ്ങനെ ബ്ലഡ് കിട്ടി. പിന്നെ എന്താ ഡോക്ടറെ കാണാൻ വേണ്ടി റിസൾട്ട് കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ പോയി നിന്നാലേ പറ്റുള്ളൂ. എനിക്ക് ഇരിക്കാൻ വയ്യ കേട്ടോ, ഒട്ടും വയ്യ. വേഗം വീട്ടിൽ പോയി കിടക്കണം എന്നുള്ള മൈൻഡായിരുന്നു. അങ്ങനെ കാണിച്ചപ്പോൾ ഡോക്ടർ 3 ദിവസത്തിന് മരുന്ന് എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടും നിന്നില്ലെങ്കിൽ വീണ്ടും വരാൻ പറഞ്ഞു. റബ്ബെ അതോടുകൂടെ നിൽക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അങ്ങനെ ആ മെഡിസിന് ഒക്കെ പോയി ബില്ലൊക്കെ കൊടുത്തു. എനിക്ക് ഇപ്രാവശ്യം ഒന്നും വയ്യ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പോണതാണ്, ഇക്കാനെ വിട്ടാക്കില്ല. പക്ഷെ ഇപ്പൊ ഇക്കന്നെ എല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങള് 1:30 ആയി. എനിക്ക് വിശന്ന് വീട്ടിൽ വന്നിട്ട് ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ ചോറ് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീട് എത്താൻ പോലും വയ്യ, അത്ര ടയേർഡാണ്. അപ്പൊ ഒരു കുഞ്ഞു കടയിൽ കയറി, മണിയേട്ടന്റെ ഒരു ചായക്കടയിൽ കയറി. അപ്പൊ അവിടെ നിന്ന് ചോറ് കഴിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. ചോറ് കഴിക്കാതെ ഒട്ടും പറ്റില്ല, വീട് എത്താൻ പോലും വയ്യ. അപ്പൊ ഒക്കെ പറഞ്ഞ് ചെറിയൊരു കടയിൽ പോയിട്ട് നമുക്ക് കഴിക്കാം, എന്നാലേ ഇനിയിപ്പോ വയ്യാകെ വരണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാ. ഞങ്ങള് ഒരു ഊണ് വാങ്ങി കഴിച്ചു 2ആളും. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്താ ചെയ്യാ, ഓരോ ദിവസങ്ങൾ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു റഷീനാക്ക്. അപ്പൊ എല്ലാരും വീഡിയോ കടന്ന് എല്ലാരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങളിതാ പാലന ഹോസ്പിറ്റലിലാണ് കേട്ടോ. പ്രശ്നമായി, വീണ്ടും പ്രശ്നമായി. നനച്ചുള്ളി പണി എന്നൊക്കെ പറഞ്ഞ് ശരീരമൊക്കെ ഇളകി വീണ്ടും ബ്ലീഡിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ എന്നിട്ടും ഞാൻ 2-3 ദിവസം അത് വെച്ച് നടന്നു. പക്ഷെ ഇനി പറ്റില്ല, തീരെ വയ്യ. നല്ല ക്ഷീണം ബാധിച്ചു, തീരെ വയ്യ. അപ്പൊ ഇന്ന് രാവിലെ അങ്ങോട്ട് ഡോക്ടറെ കാണാന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ ഡോക്ടറെ കണ്ടു. അപ്പൊ ബ്ലഡ് ചെക്കപ്പ് ഉണ്ട്, അത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, 1 മണിക്കൂർ കഴിയണം പറഞ്ഞു. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വർത്താനം പറയാൻ വയ്യ. അവര് വിചാരിക്കും എന്തൊക്കെ വയ്യെങ്കിലും വീഡിയോ ഇടാതെ വേറെ പണിയില്ലാന്ന്. എന്താ ചെയ്യാ, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ വേണ്ടേ മുന്നോട്ട് പോകാൻ, എന്തെങ്കിലുമൊക്കെ വഴി കണ്ടെത്തണ്ടേ. ഇതൊക്കെയാണ് സാഹചര്യം. എന്താ പറയാ, വിഷമങ്ങളും പ്രയാസങ്ങളും വിട്ടൊഴിഞ്ഞൊരു സമയമില്ല. ഓരോന്നോരോന്നായി വന്നുകൊണ്ടേയിരിക്കും ഹോസ്പിറ്റൽ കേസുകൾ. ഒരു ചെറിയൊരു ജലദോഷം വന്നൊന്ന് ഹോസ്പിറ്റലിൽ പോയാൽ പൈസ എത്ര വേണമെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൽ കൂടെയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വഴിയാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ദിവസം വിടാതെയും എത്ര വയ്യെങ്കിലും എന്തൊക്കെ സാഹചര്യമാണെങ്കിലും വീഡിയോ വിടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസിനൊരു ലൈക്ക് കൊടുക്കണം. മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യണം. എൻ്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് വീണ്ടും കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം കാക്കും വയ്യ,
എനിക്കും വയ്യാതായാൽ ആകെ പോയി, പിന്നെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് എൻ്റെ അക്കാനെ കൊണ്ടുപോകണം, നോക്കിയെടുക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനെനിക്ക് ആരോഗ്യം ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എന്താ ചെയ്യുക, ചിലർക്ക് അങ്ങനെയാണ് അല്ലേ, വിഷമങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു സമയമാണ്, നമുക്കൊരു വിഷമങ്ങൾ വരാൻ തുടങ്ങിയാൽ പിന്നെ ഓട്ടോ പിടിച്ച് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഈ കാലം കടന്നു പോകും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക, അല്ലാതെ എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്കുള്ളൂ. എല്ലാവരെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും വയ്യ കേട്ടോ, പറയാനൊന്നും വയ്യ, എന്നിട്ടും ഒപ്പിച്ചതാണ് കണ്ടോ. HP നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ചുണ്ടൊക്കെ വെടിച്ച് നല്ല വയ്യ, നല്ല ക്ഷീണമുണ്ട്, ഒന്നിനും വയ്യ. ഇന്നലെ മൊത്തം കിടപ്പിലായിരുന്നു. അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് വേഗം ഹോസ്പിറ്റലിൽ രാവിലെ എണീച്ച് വന്നതാണ്. അപ്പോൾ ഇനി ഒരു 3 ദിവസത്തിന് മരുന്ന് തന്നിട്ടുണ്ട്, അതിൽ നിൽക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, അതോടുകൂടെ മാറട്ടെ. വയ്യ, നിൽക്കാടെ കാര്യം ഓരോന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ നടന്ന് എനിക്ക് മതിയായി. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എല്ലാ പ്രതിസന്ധിയിലും ഈ മുഖം ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. എനിക്ക് ഇൻസ്റ്റയിലാണ് ഒരു കമൻറ്റ് വന്നിരുന്നത്, എങ്ങനെ പറ്റുന്നു, ഇത്ര വിഷമത്തിലും എങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനതിന് റീപ്ലൈ കൊടുത്തത് ഒന്ന് മാത്രം, അതിനും വേണ്ട ഒരു കഴിവ്. എൻ്റെ കഴിവ് അതായിരിക്കും അല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ പനി, ജലദോഷം, ചുമ അതും ഉണ്ട്, എല്ലാം കൂടെ ആയിപ്പോൾ റഷീന അങ്ങോട്ട് ഡൗൺ ആയിപ്പോയി. റഷീന ഡൗൺ ആവില്ല, ഇവിടത്തേക്ക് എണീക്കണം, മുന്നോട്ട് പോകണം, ഇതൊക്കെ മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും. ഞങ്ങളെ ഹോസ്പിറ്റലിലാണ് കണ്ടോ, പാലന ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട്ടിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അവിടെ പറ്റുന്നില്ല, ആൾക്കാരും എല്ലാം പാടെ. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് അതിനേക്കാളും ശ്വാസം മുട്ടില്ല. അപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. എന്താണ് വയ്യാതായിരിക്കുമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞൂടെ, അറിയാം.